ഏതായാലും തൽക്കാലം തോമസ് കെ തോമസിന്റെ ആഗ്രഹം സഫലീകരിക്കില്ല എന്ന് വേണ്ടേ കരുതാൻ. കാരണം ശശീന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നു. കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട തോമസ് കെ തോമസിന് അത്ര ആത്മവിശ്വാസമില്ല. പവാർജി പറയുമെല്ലാം, കേന്ദ്ര നേതൃത്വം പറയും, അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാകുമെന്ന് പറയുമ്പോൾ നേരത്തെയൊക്കെ അതിശക്തമായ ഭാഷയിൽ താൻ മന്ത്രിയാകുമെന്ന് പറഞ്ഞു നടന്നിരുന്ന തോമസ് കെ തോമസ് അല്പമൊന്ന് പുറകോട്ട് വലിയുകയാണ്. PC ചാക്കോയുടെ പിന്തുണയോടെ തോമസ് കെ തോമസ് കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമ്മർദ്ദ നീക്കം അത് പാർട്ടിയുടെ, അതായത് മുന്നണിയുടെ നേതൃത്വത്തെ കേരളത്തിലും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായും പ്രകോപിപ്പിച്ചിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മളോട് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം, തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് എടുക്കും, പകരക്കാരനായി, തനിക്ക് പകരക്കാരനായി എന്നൊരു സാഹചര്യം വന്നാൽ ആ സമയത്ത് താൻ ആ നിമിഷം തന്നെ ഒട്ടും വൈകാതെ രാജിക്കത്ത് മുഖ്യമന്ത്രിക്കോ പാർട്ടി നേതൃത്വത്തിനോ കൈമാറാൻ തയ്യാറാണെന്നാണ്. അങ്ങനെ അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും LDF കൺവീനറും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് നിലവിലെ മന്ത്രി AK ശശീന്ദ്രൻ അനുകൂലമായിട്ടാണ്. ഇടതുമുന്നണിയുടെ നയങ്ങളുമായി കൂടുതൽ യോജിച്ചു പോകുന്നത് AK ശശീന്ദ്രൻ തന്നെയാണ് എന്നൊരു പൊതു വിലയിരുത്തൽ പാർട്ടിക്കകത്ത് മുഴുവനുണ്ട്. മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി AK ശശീന്ദ്രനോട് അങ്ങനെയൊരു താല്പര്യവുമുണ്ട്. അതുകൊണ്ട് AK ശശീന്ദ്രനെ ഉറച്ച് പിന്തുണ നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. 2 മാസം മുമ്പ് ഇതേ ആവശ്യവുമായി ഒരു തവണ മുഖ്യമന്ത്രിയെ സംസ്ഥാന നേതൃത്വം കണ്ടിരുന്നു. അതിനുശേഷം PC ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടെയുള്ളവർ മുംബൈയിലെത്തി ശരത് പവാറുമായി ചർച്ച നടത്തിയത്. അപ്പോൾ ശരത് പവാർ പറഞ്ഞത്, നിങ്ങൾ 3 പേരും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിനോട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അഭിപ്രായം അറിയിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താണെന്ന കാര്യം എന്നെ വന്ന് അറിയിക്കുക എന്നായിരുന്നു. അങ്ങനെയാണ് തോമസ് കെ തോമസും PC ചാക്കോയും AK ശശീന്ദ്രനും മുഖ്യമന്ത്രിയുമായി വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായി തോമസ് കെ തോമസ് മന്ത്രിസഭയിലേക്ക് എത്തുന്നതിനുള്ള വിയോജിപ്പ് ഈ 3 പേരോടും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കാര്യകാരണങ്ങളടക്കം പരാമർശിച്ചിരുന്നു. അതിനുശേഷം 2.5 മാസത്തോളം മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ കാര്യങ്ങൾ ശരത് പവാറിനെ അറിയിക്കാൻ വൈകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിന് AK ശശീന്ദ്രൻ പറയുന്ന ന്യായം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തിരക്കുകളിലായിരുന്നു പവാർ, അവിടെ ജീവന്മാരുടെ പോരാട്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈ താരതമ്യേന നിസ്സാരമായ ഒരു കാര്യത്തിന് അദ്ദേഹം ചർച്ചയ്ക്ക് വിളിക്കാഞ്ഞെന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ചർച്ച ശരത് പവാറുമായി നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയിക്കുന്നതിന് പകരം തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും അഭിപ്രായം മാത്രമാണ് ശരത് പവാറിനെ അറിയിച്ചത്. അങ്ങനെയാണ് ശരത് പവാർ പോളിറ്റ് ബ്യൂറോയുടെ ചുമതലയുള്ള പ്രകാശ് കാരാട്ടുമായി ഈ വിഷയം ചർച്ച ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും LDF മുന്നണിയെ മുഴുവൻ പ്രകോപിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്ന അനാവശ്യമായ ഒരു സമയത്ത്, അനവസരത്തിൽ മന്ത്രിമാറ്റം എന്നൊരു ചർച്ച അത് LDFനെ തലവേദനയാകുന്ന തരത്തിലേക്ക്, അങ്ങനെ ഒരു അനാവശ്യ ചർച്ചയിലേക്ക് വഴി തുറന്നതിനുള്ള പരസ്യമായ വിയോജിപ്പ്, അതൃപ്തി പാർട്ടി നേതൃത്വം, LDF കൺവീനർ, മുഖ്യമന്ത്രിയൊക്കെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ള. അങ്ങനെയാണെങ്കിൽ AK ശശീന്ദ്രൻ തൽക്കാലത്തേക്ക് മന്ത്രിസ്ഥാനത്ത് തുടരും, മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ട്. തോമസ് കെ തോമസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അല്പം പതറിയാണ് സംസാരിച്ചതെങ്കിലും അതൊരു ടാക്ടിക്സ് ആകാനാണ് സാധ്യത. കാരണം PC ചാക്കോയുടെ പൂർണ്ണ പിന്തുണ തോമസ് കെ തോമസിനുണ്ട്. അങ്ങനെ വന്നാൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി ഇനിയും തയ്യാറാകാത്ത സാഹചര്യമുണ്ടായാൽ NCPയുടെ മന്ത്രിയെ തന്നെ പിൻവലിച്ചുകൊണ്ട് വിയോജിപ്പ് പരസ്യമാക്കുന്ന ഒരു നിലപാടിലേക്ക് NCP കടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ AK ശശീന്ദ്രന്റെ നീക്കം എന്തായിരിക്കും? മുന്നിൽ തന്നെ തുടർന്നുകൊണ്ട് പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കുകയാണോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റൊരു പിളർപ്പിലേക്ക് NCP പോകുമോ? ഈ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്.